ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് നമുക്കൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് സുഹൃത്തുക്കളെ. ഞാൻ ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. ഇപ്പോൾ സമയം 9:30 കഴിഞ്ഞു. പഴയ നമുക്ക് ഇങ്ങനെയൊക്കെ കിടക്കാൻ പറ്റൂ. ആൻഡ് ഇന്ന് ജൂൺ 3 ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ സ്കൂള് തുറക്കും. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇപ്പോൾ എല്ലാവരും സ്കൂളിൽ ഇരിക്കുമായിരിക്കും. പിന്നെ അമൃത സ്കൂള് ജൂൺ 5 തുറക്കത്തുള്ളൂ. നമ്മളെപ്പോഴും ബുധനാഴ്ച നോക്കിയിട്ടേ അമൃത സ്കൂള് തുറക്കാറുള്ളൂ. അപ്പം ഞാനിപ്പം പല്ലൊന്നും തേച്ചിട്ടില്ല, സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പല്ലൊക്കെ തേച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, ഞാൻ പല്ലൊക്കെ തേച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് വന്നു. അപ്പോൾ അച്ഛൻ വിളിച്ചു കേട്ടോ. അതാ ഇച്ചിരി ലേറ്റായി. ഞാൻ അത് കുറേ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അച്ഛൻ വീഡിയോ കോള് വിളിച്ചു സംസാരിച്ചിട്ട് ഇപ്പോഴാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അമ്മ കുളിച്ചിട്ട് വന്നു. ഇപ്പോൾ എത്ര 10 മണി കഴിഞ്ഞ സമയമേ. ഇപ്പോഴും ഉറക്കം വരും. കനിക്കുട്ടി, ഇന്നെന്താ പരിപാടി? അറിയത്തില്ലെന്നാ പറ കനിക്കുട്ടി, എന്തെങ്കിലും ഉണ്ടോ? പരിപാടിയൊക്കെ ഉണ്ട്, പക്ഷേ ഒരാൾ എഴുന്നേറ്റ് വന്നാലേ നടക്കത്തുള്ളൂ. ഇതല്ല അവന്തിക ഗോപൻ. അനുവിന് കൈ പൊക്കാൻ വയ്യ. എന്താ പറയാമോ, ജിമ്മിന് പോയി കൈ വേദനിച്ചിരിക്കുക, റൈറ്റ് കൈ. അപ്പൊ ഇന്ന് സ്കൂൾ തുറക്കും അമ്മ, എല്ലാ സ്കൂളും. എനിക്ക് നൊസ്റ്റാൾജിയ. നമ്മളൊക്കെ എന്തുവായിരുന്നല്ലേ. TKM ഇന്ന് തുറന്നു. അമൃത മാത്രമേ ജൂൺ 5 തുറക്കത്തോളം. എപ്പോഴും അമൃത മാത്രമല്ല, SN പബ്ലിക്കും ഒക്കെ. എൻ്റെ അറിവിൽ അമൃത മാത്രമേ ഉള്ളൂ. ഞാൻ SNന്റെ കാര്യം തിരക്കാൻ പോകും. SN നമ്മുടെ ദേവന്റെ സ്കൂളല്ലേ. ഇവിടെ ട്യൂഷന് വരുന്ന ദേവന്റെ സ്കൂളാണ് ഗൈസ്, SN പബ്ലിക്. എന്ത് ബ്രേക്ക്ഫാസ്റ്റ്? ബ്രെഡ്. ഞാൻ ഷേക്ക് കുടിച്ചു. അവന്തിക ഗോപൻ എഴുന്നേറ്റ് വരുന്നു, നമുക്ക് നോക്കാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ റെഡിയായി. ഞാൻ മാത്രമേ റെഡിയായുള്ളൂ, അമ്മ അനുവും കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ അനുവിനെ വിളിച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ ചുച്ചുപൊന്നാൻ ഇരിപ്പുണ്ട്. ചുച്ചുപൊന്നാൻ എന്തായാലും പറയാനുണ്ടോ? അയ്യോ ചുച്ചു, അയ്യോ ചുച്ചു, എന്തായാലും പറയാനുണ്ടോ? ആറന്മുളയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. അപ്പോൾ ഇതിനൊരു ബിസി ഡേ ഇൻ മൈ ലൈഫ്, അങ്ങനെയൊക്കെ ഉള്ളൂ. സോ അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം എൻ്റെ അമ്മച്ചി വന്നു, അനിമോൾ. അത് കഴിഞ്ഞിട്ട് ഒരാൾ വന്നു. ആ ആളെ നമ്മൾ കാണണമെങ്കിൽ ഒരു സെലിബ്രിറ്റി ഒക്കെ ഇല്ലേ, അതുപോലെ നമ്മൾ വെയിറ്റ് ആക്കണം. നോക്കൂ, നമ്മുടെ ഇതാണ് എൻ്റെ വീട്ടിലെ സെലിബ്രിറ്റി. ഹായ് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കാണണമെങ്കിൽ നമ്പർ ചോദിച്ചിട്ടൊക്കെ വേണം വരാൻ. കാരണം എപ്പോഴും മേളിൽ അടയിരിക്കും. താഴോട്ട് വല്ലപ്പോഴേ ഇറങ്ങി വരത്തുള്ളൂ, ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി വരും. നമ്മൾ അഞ്ജുവിൻ്റെ ഭാവി തീരുമാനിക്കാൻ പോവാണ്. നമ്മൾ അഞ്ജുവിൻ്റെ കോളേജിലേക്ക് ഒരു ഫോം വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അഞ്ജു ലോക്കാവാൻ പോവുകയാണ് കോളേജിനുള്ളിൽ. ഓക്കെ, അനിമോൾ വന്നു. പോവാം, ഇങ്ങ് വാ, പോവാം. ചുച്ചുപൊന്നാനെ കൊണ്ടുപോകാത്ത എന്താ? അമ്മമ്മയ്ക്ക് വയ്യ. സോ ഗൈസ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഡ്രൈവർ മിസ് അവന്തിക ഗോപൻ, പാസഞ്ചേഴ്സ് മിസ് അരുണിമ ഗോപൻ ആൻഡ് മിസ്സിസ് മീന പിള്ളായി. എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട്? ആദ്യമായിട്ടല്ല, എന്നാലും കാർ ഓടിക്കുന്ന ഒരു എക്സ്പീരിയൻസ്. ഗൈസ്, എനിക്ക് 18 വയസ്സാകുമ്പോൾ ഞാനും വണ്ടി ഓടിക്കുന്നതായിരിക്കും. പറ, നീ എത്ര 18 വയസ്സിൽ പഠിച്ചു കഴിഞ്ഞോ? ലൈസൻസ് ഒക്കെ 18-ാമത്തെ വയസ്സിലാണ് കിട്ടിയത്. ഹലോ, അല്ല, കഴിഞ്ഞ ജൂൺ 16 വേണ്ട, ജൂൺ 16, 2023 ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ ലൈസൻസ് എടുത്തു. മിടുക്കി. അപ്പം എങ്ങനെയുണ്ട് 18 കഴിഞ്ഞിട്ട്? അപ്പൊ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? വണ്ടി ഓടിച്ചിട്ട് എന്തുവാ, ഞാനിപ്പോ എല്ലാ പ്രാവശ്യം ഓടിക്കുന്നില്ല, പിന്നെന്തുവാ. ചുമ്മാ ചോദിച്ചെന്നേ, നിനക്ക് മറുപടി പറഞ്ഞൂടെ? മറുപടിയിലേ പറഞ്ഞത്, വണ്ടി എല്ലാരും പഠിക്കണം, എന്നിട്ട് ഒരു വീട്ടിൽ ഒരാളെ പഠിക്കുള്ളൂ. അപ്പൊ ബാക്കിയുള്ള വീട്ടിലുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ കാല് പിടിക്കും.
വയസ്സാകുമ്പോ ഞാനും പഠിക്കും വണ്ടി. ഞാനും പഠിച്ചിട്ടുണ്ട്. അമ്മ പഠിച്ചു. അമ്മക്ക് 2015 ലൈസൻസ് ഉണ്ടായതാണ്. പക്ഷെ ഞാൻ വേണ്ടാന്ന് വെച്ചതല്ല. അമ്മ പഠിച്ചിട്ട് അമ്മ പിന്നെ വണ്ടിയിലൊന്നും കേറി ട്രൈ ചെയ്തില്ല. പിന്നെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പോകാനൊരു ചെറിയ പേടിയുണ്ട്. പക്ഷെ എനിക്കായിരുന്നില്ല. എനിക്ക് ലൈസൻസ് കിട്ടി പിറ്റേന്ന് ഞാൻ ഈ വണ്ടിയിൽ കയറിയപ്പോ ഇവരെല്ലാരും കൂടെ എന്നെ അടിച്ച് പുറത്തിറക്കി. ലൈസൻസ് കിട്ടിയതേ ഉള്ളു പറഞ്ഞിട്ട്. എനിക്ക് കാറ് പഠിക്കണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ സ്കൂട്ടർ ഓടിക്കാൻ അറിയാം. ഞാനും എന്റെ അമ്മ ഒരുപോലെ ഇരിക്കുന്നെന്ന് എല്ലാരും പറയുന്നേ. ചുമ്മാ ചിലര് പറയും ഞാനും അമ്മയോരാണ്, ചിലര് പറയും ഞാനും ഈ വീട്ടുകാരായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ അച്ഛന്റെ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ ഉള്ള എല്ലാരും പറയുന്ന ഞാനും അച്ഛനും ഒരുപോലെ ഇരിക്കുന്നത്. ഇവിടുത്തെ അമ്മയുടെ വീട്ടുകാർ പറയുന്ന ഞാനും അമ്മയും ഒരുപോലെ ഇരിക്കും. എന്റെ കുറച്ച് വീട്ടുകാർ ഞാനും അമ്മയായിട്ടിരിക്കും, കുറച്ച് വീട്ടുകാർ അച്ഛനായിട്ടിരിക്കും. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവരുമായിട്ട് ഞാനൊരു ബന്ധമില്ല. പക്ഷേ അമ്മയുടെ 8ാം ക്ലാസ്സില് 4ാം ക്ലാസ്സിൽ ഒരു കുഞ്ഞു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കാണാനില്ലെന്ന് തോന്നുന്നു. ആ ഫോട്ടോയ്ക്കകത്ത് എന്നെ പോലെ അമ്മ ഇരിക്കുന്നു. കുഞ്ഞിലത്തെ അമ്മ ഞാനായിരുന്നു. ഗൈസ്, TKM എന്ന് റീഓപ്പൺ ആയപ്പം പിള്ളേരെല്ലാരും സ്കൂള് വിട്ടു. നമ്മൾ ഒരു ട്രാഫിക് പോലീസിനോട് ചോദിച്ചിട്ട് അങ്ങനെ വഴി പറഞ്ഞു. പിന്നെ അനുവിൻ്റെ ഫോണിൽ ഗൂഗിൾ മാപ്പ് ഇട്ടു. അങ്ങനെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ NCC പ്രാക്ടിക്കലും തിയറി എക്സാം എല്ലാം +2 സമയത്ത് എഴുതിയിരുന്നത്. പ്രാക്ടിക്കലിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു കോളേജിലാണ് സുഹൃത്തുക്കളെ. 600 മീറ്റർ ഉള്ളു ഇവിടുന്ന്. ഡോൺ ബോസ്കോ ആർട്സ് കോളേജ്. ഇവിടാണ് ഞാൻ NCCയുടെ പ്രാക്ടിക്കൽ ആൻഡ് തിയറി എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഒരു കാലം. ഇതോ NSS. അയ്യോ, ഇതാണോ എൻ്റെ കോളേജ്? ഗൈസ്, നിങ്ങൾ നോക്കുക, നിങ്ങളിത് കാണുക. ഞാൻ ഭാവിയിൽ പഠിക്കാൻ പോകുന്ന കോളേജ് ഇതാണ്. ഗൈസ്, ഇതാണ് സുഹൃത്തുക്കളെ, കണ്ടോ? അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടമ്മ പോന്ന? എങ്ങോട്ടാ നമ്മൾ പോന്ന? ഇപ്പം അപ്പം ഇവിടെ എന്ത് ചെയ്ത് സൈൻ ഇട്ട് കൊടുത്ത് പേരുന്നാള്. അപ്പം നമ്മൾ ഓഫീസിലോട്ട് പോകും. ജീവൻ്റെ കോളേജ് ലൈഫ് എത്ര വർഷം? 5. ഇതാണ് സുഹൃത്തുക്കളെ, ഇത് നോക്ക്. ഗൈസ്, നമുക്ക് അപ്പം നമ്മൾ ഇത് ഇങ്ങനത്തെ ഒരു സംഭവം തന്നു. ഇതാണ് നമ്മുടെ ഫോം. സോ ഗൈസ്, നമ്മൾ കോട്ടയം ലോ കോളേജിൽ നിന്നൊക്കെ ഇറങ്ങി. ഇപ്പം നമ്മളിപ്പം ഇനി എങ്ങോട്ടാ പോകുന്നേ? ചിന്നക്കട വന്ന് നമ്മൾ ആവശ്യമൊക്കെ കഴിഞ്ഞു. അനിക്കുട്ടി, ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്ന? നമ്മൾ വീട്ടിലോട്ട് അല്ല, കാറ് വാഷ് ചെയ്യുന്ന കാര്യം ചോദിക്കാൻ പോയി. ഫൈനലി നമ്മൾ ചന്ദൻതോപ്പ് ഒരു ചൈനീസ് ബസാർ പോലത്തെ അവിടെ വന്നിട്ടുണ്ട്. എൻ്റെ അമ്മ ഇവിടെ കയറി പോയിട്ടുണ്ട്. കുറെ പ്ലേറ്റുകൾ, ബാക്ക് ടു സ്കൂൾ, ഷൂസ്, പാവകൾ. നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയി നോക്കാം കേട്ടോ. അപ്പുറത്ത് പോയി നോക്കാം. നമ്മതോ അവിടെ എന്താണ് നോക്കുക. നമുക്കിവിടെ നോക്കാം. ഗൈസ്, ഞാൻ ഈ ഒരു മെഹന്തിയും അതുപോലെ മേക്കപ്പ് ബ്ലെൻഡർ മേടിച്ചു. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ചൈനീസ് മേളയിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി നേരെ വീട്ടിലോട്ട് പോകുകയാണ്. 2:30 ആയി സമയം. നമുക്ക് വിശക്കുന്നോ? അമ്മച്ചി വിശക്കുന്നോ? ഗൈസ്, ഫൈനലി നമ്മൾ വീട്ടിലെത്തി. ഓക്കെ ഗൈസ്, അപ്പോൾ 2:30 കഴിഞ്ഞു. 3 മണിയാകുമ്പം നമ്മുടെ ട്യൂഷൻ പിള്ളേർ വരും. മിൻഹാജും ദേവനും വരും. അപ്പോൾ അവർക്ക് ഞാൻ ഇന്ന് ടെസ്റ്റ് പേപ്പർ പറഞ്ഞിട്ടുണ്ട്, ഗ്രാമർ.
അതിന് മുന്നേ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം ഇരിക്കാൻ. സോ ഗൈസ് നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ട്. ചോറ്, മീൻകറി, ഇത് ചക്കക്കുരുവിൻ്റെ സംഭവം, അത് നല്ല ടേസ്റ്റാണ്. പിന്നെ അവിയൽ. കഴിക്കട്ടെ, കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇപ്പം 3 മണി കഴിഞ്ഞു ഗൈസ്. എന്നിട്ടും എൻ്റെ ട്യൂഷൻ പിള്ളേർ വന്നിട്ടില്ല. വരട്ടെ. ഗ്രാമർ ടെസ്റ്റ് പേപ്പർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇവർ 3:30 ആയപ്പോൾ വന്ന്. സ്കൂള് വിടാൻ ലേറ്റായി. ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത് വായിച്ച് തലകറങ്ങിയിരിക്കും. ഇനി നമ്മൾ തുടങ്ങുകയാണ്. നോക്കണ്ട, ബോർഡ് എടുക്കാം അങ്ങോട്ട്. വേണ്ട. സോ ഗൈസ്, ഞാൻ ജിമ്മിന് പോകാൻ വേണ്ടി റെഡിയായി. നല്ല മുടിയൊക്കെ കെട്ടി സെറ്റാണ്. സോ അപ്പോൾ ഇവിടെ അപ്പോഴത്തേക്കും തങ്കവല്യമ്മച്ചി വന്നു ഗൈസ്. തട്ടാറോണത്ത് നമുക്ക് ഹായ്. ഗൈസ് വന്നപ്പോൾ ചക്ക കൊണ്ടുവന്നു. അത് കണ്ടില്ല, അതിൻ്റെ ഇടക്കൂടെ ഇരുന്ന് അങ്ങ് തിന്നുക. ഷുഗർ പേഷ്യൻ്റ് ആണ്. അപ്പോൾ അവിടെ അനിക്കുട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ജിമ്മിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ജിമ്മിനൊക്കെ പോയിട്ട് വരാം. ഞാൻ ഫോൺ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച, പക്ഷേ അധികം അങ്ങനെ ഇരുന്ന് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ജിമ്മിൻ്റെ അവിടെ ഒന്നും അവർ സമ്മതിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ഫോണിൽ ചാർജില്ല, 10% ഉള്ളൂ. സോ അപ്പോൾ നമുക്ക് ജിമ്മിനൊക്കെ പോയിട്ട് വരാം. സോ ഗൈസ്, നമ്മൾ ഒരു 8 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ജിമ്മിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി മേല് കഴുകി കുളിച്ചിട്ട് ഇങ്ങനെ വന്നിരുന്നു. പിന്നെ കുറച്ച് നേരം TV ഒക്കെ കണ്ടു. അപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു നമുക്ക് ഫുഡ് കഴിക്കാമെന്ന്. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് നമ്മളൊരു സ്ഥലത്ത് നമ്മൾ പോകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് മാറി വേറെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. നമ്മളിന്ന് ഫിലിം കാണാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ. തലവനാണ് കാണാൻ പോകുന്നത്. ആസിഫ് അലി, ബിജു മേനോൻ അവരൊക്കെ. ഓക്കെ, 10 മണി ആവാറായി. 10:30 ഷോ. നമുക്ക് ഫുഡ് കഴിക്കാം. എന്നിട്ട് നമുക്ക് റെഡി ആവണം. പെട്ടെന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. സോ ഗൈസ്, ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരുങ്ങാം. നമ്മൾ രാത്രിയിലല്ലേ പോകുന്നത്, അപ്പോൾ കൂടുതൽ മേക്കപ്പ് ഒന്നും വേണ്ട. ആദ്യം ഞാൻ മുടി സെറ്റാക്കുന്ന, കാരണം എനിക്ക് അതാണ് ഇച്ചിരി പാട്. സോ മുടി സെറ്റായിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി നെറ്റി കുറവാട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ മുടി ഇങ്ങനെ എടുത്തിടുന്നത്. കല്ല് പൊട്ട് കൊമ്പ്. ഓ, അതെൻ്റെ വെട്ടിയിട്ട മുടിയാ. സ്പെക്സ് മുഖ്യം പിക്കില്ലേ അനു വാച്ച്. എന്റെ വാച്ച് ഓടും, അനുവിന്റെ വാച്ച് ചത്ത് കേസ്. ചത്തില്ല, ബാറ്ററി അത് വല്ലപ്പോഴും ചാർജിന് ഇടണം. അനു ഇവിടെ പുട്ടി അടിക്കുന്നു. എന്താ ഫേസ് ക്രീം ഒക്കെ എടുത്ത് മുഖത്തിടുന്നു. ഞാൻ ഒന്നും എടുത്തു. ഗെറ്റ് റെഡി വിത്ത് മീ. അതെന്തെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ പോകണമെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. ഇപ്പൊ പോവാണ്, പക്ഷെ ഞാൻ ഒന്നും ഇടുന്നില്ല. ഓൺലി ലിപ്സ്റ്റിക് ഇല്ലാതെ എനിക്കൊരു ജീവിതം. എനിക്കുട്ടി അമ്മൂമ്മയെ റെഡി ആയിക്കൊണ്ടിരിക്കട്ടാ. എന്റെ ലിപ്സ്റ്റിക് ഇങ്ങട് എൻ്റെ ഇപ്പോഴത്തെ റീസെന്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് ലാക്മിയുടെ ഫോറെവർ മാറ്റ്. ഇത് അനിക്കുട്ടി ഓർഡർ ചെയ്ത ക്രിംസൺ റെഡ് 04 ക്രിംസൺ റെഡ് ആണ് ഇതിന്റെ. ക്രിംസൺ റോസ് ആണ് ഇതിന്റെ ഷെയ്ഡ്. ഗൈസ്, അമ്മ അവിടെ കിടന്ന് വാ വെക്കുന്നു. പെട്ടെന്ന് ഇറങ്ങാൻ. ഇതിനകത്ത് എന്തോ ഇരിക്കുന്നടി. ഞാൻ ആകെ ഒരു ക്രീമും പൗഡറും കാജലും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈ ഒരു ലിപ്സ്റ്റിക്. ക്യാമറ കുലുങ്ങുന്നു. നിങ്ങൾ ഫാൻ്റെ കാറ്റ് മാറിയില്ല. നാളെ എവിടെ പോവാനു? ഓ, പ്രവീൺ പ്രണവിന്റെ കൗണ്ടറൊക്കെ കോപ്പി അടിച്ച് പറയുകയാണ് സുഹൃത്തുക്കളെ. ഏതാണ്ട് ഇവിടെ ലിപ്സ്റ്റിക് ഇടുന്നത്. അനു ഏത് ഷെയ്ഡാ നോക്കട്ടെ. ഇത് സ്റ്റുഡിയോന്ന് നമ്മൾ മേടിച്ച കേട്ടോ. ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക്കാ. അടിപൊളിയാ, എനിക്കിഷ്ടമല്ല. ശരി, സോ നമുക്ക് ഇവിടെ പെട്ടെന്ന് ഇറങ്ങാം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വീഡിയോ കട്ട് ചെയ്യണം. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വിഷ്വൽസ് ഒക്കെ കാണാം.
സോ ഇന്നത്തെ ഈ മൂവി കാണാൻ വേണ്ടിയിട്ട് കാത്തു ചേച്ചി, കുട്ടത്തി ചേച്ചി എക്സെട്ര ആരുമില്ല. കാരണം കാരണം അവരവിടെ മണപ്പള്ളി പോയപ്പം കാത്തു ചേച്ചി അവരൊക്കെ പോയി കണ്ടിരുന്നു. പിന്നെ കുട്ടച്ചി കണ്ടോന്ന് എനിക്കറിയത്തില്ല സുഹൃത്തുക്കളെ. അപ്പം ഇവിടെ നമ്മൾ 4 പേര് മാത്രമേ ഉള്ളൂ. നമ്മൾ 4 പേര് മാത്രമാണ് ഇന്ന് സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കയറി ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ എഴുന്നു. മൂവി തുടങ്ങി, നമുക്ക് മൂവിയൊക്കെ കണ്ടിട്ട് വരാം. സോ ഗൈസ്, നമ്മൾ മൂവി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു മൂവി? നല്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് ഒക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് ആയിരുന്നു. യെസ് ഗൈസ്, എനിക്കാണെങ്കിൽ ഈ രാത്രിയിലത്തെ ഷൂട്ടൊക്കെ ഉണ്ടല്ലോ, സിനിമയ്ക്കകത്തുള്ള രാത്രിയിലത്തെ ഷൂട്ട് സമയമാകുമ്പോൾ എനിക്ക് പേടി വരും. കാരണം നമ്മൾ ഇരുട്ടത്തില്ലായിരുന്നു കാണുന്ന, അതിനോടൊപ്പം ഇരുട്ട് സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഓരോ അടി കിട്ടുമ്പോ ഞാൻ അതെ, ഭയങ്കര അടിപൊളിയായിരുന്നു. നിങ്ങൾ മസ്റ്റ് വാച്ച്. സൂപ്പറാണ്, ത്രില്ലർ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ഉണ്ടല്ലോ, നമ്മളുടെ പിടിച്ചിരുത്തുന്ന തൊട്ട് ഭയങ്കര അടിപൊളി ത്രില്ലിംഗ് ആയിരുന്നു. നമ്മൾ നേരെ വീട്ടിലോട്ടാണ് ചെല്ലുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഉറങ്ങാം, നേരെ ബെഡിലോട്ട് ഉറങ്ങും. അപ്പം നമ്മുടെ ഒരു കുഞ്ഞ് ബിസി ഡേ ഇൻ മൈ ലൈഫ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വീട്ടിൽ പോയിട്ട് ചിലപ്പം മറന്നു പോകും, അതുകൊണ്ടാണ് ഇപ്പം പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ വ്ലോഗ്. ബൈ.